എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞതാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നത് കല്യാണം ഇല്ല. കല്യാണം ഉറപ്പിച്ച് ഒരു പയ്യനായിട്ട് റിലേഷനായി കല്യാണം ഉറപ്പിച്ച് അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട്, അതും ഈ ആൾ കണ്ടുപിടിച്ചിട്ട് ആ വീട്ടിലറിയിക്കുന്നു. വീട്ടിൽ അതിന് ഓക്കെ പറയുന്നു. വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യൻ നിൽപ്പുണ്ട്. ഈ പയ്യൻ അറിയാതെ വേറെ കല്യാണം ആലോചിക്കുന്നു. അത് നല്ല ആലോചന വരുമ്പം കേരളത്തിൽ ഇത്രയും കിടിലങ്ങ് തേപ്പ് കിട്ടിയ അടുത്ത വ്യക്തി ഞാനായിരിക്കും ഇല്ലേ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല ഗൈസ്. എന്നിട്ട് നാട്ടുകാരടുത്ത് പറഞ്ഞിരിക്കുന്ന കഥ എനിക്കായി ഈ നടന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് എൻ്റെ തലയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ബെസ്റ്റ് വർക്ക്. പഠിക്കാൻ വിട്ടതാണ് ഏറ്റവും വലിയ കുഴപ്പം. പഠിക്കാൻ വിടണ കുറ്റമൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിക്കാൻ വിട്ടതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കുറ്റമായത്. അവിടെ പോയിട്ട് അവിടെ ഒരു കണക്ഷൻ, നാട്ടിൽ വന്നിട്ട് നാട്ടിലൊരു കണക്ഷൻ. ഇതെന്താ 2 വർഷം പ്രണയിച്ചു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഇപ്പോൾ ആളുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. സോ നന്നായി ജീവിക്കട്ടെ, ഹാപ്പി ആയിരിക്കട്ടെ, എല്ലാവിധ ഓൾ ദി ബെസ്റ്റും. കേരള വൈഫൈയിലായിരിക്കും. വൈഫൈ ഡിസ്കണക്റ്റ് ആയി പോയി കാണും ചേട്ടാ. അതുകൊണ്ടായിരിക്കും ഞാൻ എന്നെ വിട്ടു പോയത്. വിഷമിക്കണ്ട, പുലിക്കൊരു കാലം വന്നാലും ആനയ്ക്കൊരു കാലം വരും. എന്തിനു വിഷമിക്കണം? എന്തിനു? നീ വേറെ കെട്ടുന്നേരം എനിക്ക് വിഷമം. ഞാൻ വേറെ കെട്ടണില്ലെങ്കിലാ കെട്ടിക്കല്ലോ. ആര്? കള്ളല്ലെങ്കിൽ കെട്ടിക്കും. കെട്ടിക്കൂല, ഞാൻ കെട്ടൂല. അപ്പുറം തേക്കാത്തുള്ള കെട്ടും. അതറിഞ്ഞൂടെ? നീ എൻ്റെ ലൈഫിൽ ചെയ്തിരിക്കുന്ന ഒരു 20% മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് പോകും. അതുകൊണ്ട് തന്നെ കിട്ടിയ ലൈഫ് കൊണ്ട് ഹാപ്പിയായി ജീവിക്കുക. നീ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ ഒരു 4-5 പേര് എൻ്റെ അടുത്ത് ഒന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്ക് അത് ആര് ചെയ്തതാണ് തെറ്റെന്ന് നോക്കിയിട്ടും കണ്ടിട്ടും പറയുക.